ഭൂമിയിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന സ്ട്രെസ് അഥവാ ശാരീരികവും മാനസികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതിനാണ് ശാസ്ത്രലോകം ജിയോപതിക് സ്ട്രെസ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ആണ് നാം അന്വേഷിക്കുന്നത്. ഭൂമിയിൽ നിന്ന് എങ്ങനെ മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ ഭൂഗർഭ സമ്മർദ്ദങ്ങൾ, ജിയോ എന്ന വാക്ക് ഭൂമിയെയും സ്ട്രെസ് എന്നത് മാനസികവും അതുപോലുള്ള മാനസിക സമ്മർദ്ദത്തിനെയുമാണ് കാണിക്കുന്നത്. അപ്പൊ ഈ സ്ട്രെസ് ലൈനുകൾ, ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ മനുഷ്യനെ ശാരീരികവുമായി മാനസികവുമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നാണ് ശാസ്ത്രലോകം നമുക്ക് കാട്ടിത്തരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഈ സ്ട്രെസ് ലൈനുകൾ, ആ സ്ട്രെസ് ലൈനുകൾ ഭൂമിക്കടിയിൽ കൂടി കടന്നു പോകുന്ന മാലിന്യ ജലങ്ങൾ, ആ ജലവുമായി ബന്ധപ്പെട്ട്, ആ ജലത്തിന്റെ ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ് ലൈനുകളിൽ കിടക്കുന്നവർക്കോ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്കോ, അപ്പൊ അതിന് പറയുന്ന ലൈനുകളുടെ പേരാണ് ഗ്രിഡ് ലൈനുകളും അതുപോലെ കറി ലൈനുകളും. രണ്ട് ഡോക്ടർമാരുടെ പേരുകളാണ് അത്. മെഡിക്കൽ ഡോക്ടർമാർ കൂടി ആയിരുന്നു അവർ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഈ ലൈനിൽ കിടക്കുന്നവർക്ക്, ഈ സ്ട്രെസ് ലൈനിൽ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നവർക്ക്, അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. ആ ചെലവഴിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ആ സ്ട്രെസ് ലൈനുകൾ കടന്നു പോകുന്ന ഭാഗത്താണ് അവർ കിടക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കും. അതായത് 37.3 ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കോശങ്ങൾക്ക് ഒരു മനുഷ്യന് 60 ഹെർട്സിൽ കൂടുതൽ വൈബ്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ചെയ്യാൻ കഴിയുന്നില്ല. അത് 80, 100, 150 ആവുമ്പോൾ അവന്റെ കോശങ്ങളെ അത് നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് രോഗങ്ങൾ വന്ന് നമുക്ക് ഭവിക്കുന്നത്. അതായത് ഭേദമാക്കാൻ കഴിയാത്ത പല രോഗങ്ങൾക്കും കാരണം അതാണ്. അപ്പൊ ഈ സ്ട്രെസ് ലൈനുകൾ നമ്മൾ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രലോകം UT സ്കാനർ കണ്ടുപിടിച്ചിട്ടുള്ളത്, യൂണിവേഴ്സൽ സ്കാനർ. ഈ യൂണിവേഴ്സൽ സ്കാനർ കണ്ടുപിടിച്ചിട്ട് ആ സ്കാനർ വെച്ച് നമുക്ക് ഭൂമിയെ, ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തെ നമ്മൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് ആ സ്ട്രെസ് ലൈനുകൾ കണ്ടെത്തുവാനും അതിനുള്ള പ്രതിവിധികൾ ചെയ്യുവാനും കഴിയും. അതിന് മറ്റു വിശ്വാസങ്ങളിലോട്ടൊന്നും പോകണ്ട. ഇത് സയൻസാണ്, ശാസ്ത്രമാണ്, തെളിയിക്കപ്പെട്ട സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. നെഗറ്റീവ് പോസിറ്റീവ്. എന്താണ് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത്? മനുഷ്യന്റെ കോശങ്ങളെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, അതായത് വളർച്ചയെ കാണിക്കുന്നതിന് പോസിറ്റീവായിട്ടും, അതിനെ മനുഷ്യന്റെ കോശങ്ങളുടെ വിളർച്ചയായും അത് ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതിന് നെഗറ്റീവ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളോ മാനസിക പ്രശ്നങ്ങളോ മാനസിക സമ്മർദ്ദങ്ങളോ വിമുഖതയോ അതല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിസ്ഥിരത ഇല്ലായ്മയോ ഹൈപ്പർ ആക്ടിവിറ്റിയോ ഇതുപോലുള്ള രോഗങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശയപരമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നമസ്കാരം.